ഒരു ആശയക്കുഴപ്പമില്ല. അതിനൊരു ക്യാബിനറ്റ് സബ് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ്. ആ ക്യാബിനറ്റ് നിങ്ങൾ കൊടുത്ത വാർത്തയാണ്, ഒരു തർക്കമില്ല. ക്യാബിനറ്റ് സബ് കമ്മിറ്റി അത് പരിശോധിച്ച് അതിന് റെക്കമെൻഡ് ചെയ്യും. പിന്മാറാൻ പറ്റില്ല, MOU ആണ്. അത് തെറ്റായി വ്യാഖ്യാനിച്ചതാണ് ആ വാർത്ത അവിടെ കൊടുത്തത്. പിന്മാറാൻ പറ്റില്ല എന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ MOUയിലെ പ്രൊവിഷൻ വായിച്ചതല്ലേ. മുഖ്യമന്ത്രി VD സതീശൻ്റെ വാക്കുകളാണ്. അദ്ദേഹം കൃത്യമായും നിലപാട് പറഞ്ഞു. PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിറകോട്ട് പോകാൻ കഴിയില്ല എന്ന് വെച്ചാൽ നടപ്പാക്കും എന്ന് തന്നെയാണല്ലോ. ഒരു മാറ്റവും ഉണ്ടാകില്ല എന്നാണല്ലോ. മന്ത്രിസഭാ ഉപസമിതി യോഗം ചേരും. യോഗം ചേർന്ന് ഏതൊക്കെ തരത്തിൽ നടപ്പാക്കാം എന്ന് തീരുമാനിക്കും. നടപ്പാക്കില്ല എന്ന് തീരുമാനിക്കാൻ അല്ല മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ചത്. പദ്ധതി എങ്ങനെ നടപ്പാക്കാം, അതിനുള്ള വഴിയെന്ത് എന്ന് പരിശോധിക്കാനാണ്. അപ്പോൾ നടപ്പാക്കാൻ തീരുമാനിച്ചു. അതിൽ യാതൊരു തർക്കവും മന്ത്രിസഭാ യോഗത്തിലില്ല, UDF യോഗത്തിലില്ല. അത് ഏതാണ്ട് വ്യക്തമാണ്. കഴിഞ്ഞ ദിവസം UDF യോഗം കഴിഞ്ഞതിന് ശേഷം UDF കൺവീനർ അടൂർ പ്രകാശ് വാർത്താസമ്മേളനം നടത്തി പറഞ്ഞ കാര്യങ്ങളുണ്ട്. PM ശ്രീ പദ്ധതിയെക്കുറിച്ച് UDF യോഗം ചർച്ച ചെയ്തു. പിന്മാറാൻ കഴിയില്ല, മുൻ സർക്കാർ ഒപ്പിട്ടതാണ്, അതുകൊണ്ട് മുന്നോട്ട് പോകാതെ വഴിയില്ല. ഫണ്ട് ലഭിക്കണം കേന്ദ്ര സർക്കാരിൻ്റെ, അല്ലെങ്കിൽ ഫണ്ട് തടഞ്ഞു വെക്കും, അതുകൊണ്ട് ഒപ്പിട്ട് ഫണ്ട് വാങ്ങിക്കണം, അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, അതുകൊണ്ട് മുന്നോട്ട് പോകും എന്ന് വളരെ വ്യക്തമായി അടൂർ പ്രകാശ് പറഞ്ഞിരുന്നു. അത് വലിയ ചർച്ചയായി. മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ചത് പിന്നെ എന്തിന് എന്ന ചോദ്യങ്ങൾ ഉയർന്നു. മുസ്ലിം സംഘടനകൾ മുസ്ലിം ലീഗിനെതിരെ, സർക്കാരിനെതിരെ രംഗത്ത് വന്നു. ആ ഘട്ടത്തിൽ PK കുഞ്ഞാലിക്കുട്ടി രംഗത്ത് വന്ന് പറഞ്ഞു, UDF യോഗത്തിൽ അത്തരമൊരു ചർച്ചയുണ്ടായിട്ടില്ല. മന്ത്രിസഭാ ഉപസമിതിയെ നിശ്ചയിച്ചിട്ടുണ്ട്, അവരാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. പദ്ധതി നടപ്പാക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിലും തീരുമാനമെടുക്കേണ്ടത് മന്ത്രിസഭാ ഉപസമിതിയാണ് എന്ന്. പക്ഷേ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് ആദ്യം കേട്ടത്. പിന്നീട് എന്ത് മന്ത്രിസഭാ ഉപസമിതി? ഒരു കാര്യവുമില്ല. നടപ്പാക്കാൻ തീരുമാനിച്ചു എന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നടപ്പാക്കേണ്ടത് എങ്ങനെ എന്ന കാര്യത്തിൽ മാത്രമേ തീരുമാനമെടുക്കാൻ മന്ത്രിസഭാ ഉപസമിതിക്ക് കഴിയുകയുള്ളൂ. ആ തീരുമാനമാണ് മന്ത്രിസഭാ ഉപസമിതി എടുക്കുക. എന്ന് വെച്ചാൽ നടപ്പാക്കും, അതിൽ യാതൊരു തർക്കവുമില്ല എന്ന് ഏതാണ്ട് വ്യക്തമായിട്ടുണ്ട്. ഇനിയിപ്പോൾ മുസ്ലിം സംഘടനകൾ എന്ത് നിലപാടെടുത്താലും, മുസ്ലിം സംഘടനകൾ ഒത്തൊരുമിച്ച് സർക്കാരിനെതിരെ രംഗത്ത് വന്നാലും പിന്നോട്ട് പോകുന്ന പ്രശ്നമേ ഇല്ല എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മുസ്ലിം ലീഗിന് ഇനി എന്ത് ചെയ്യാൻ കഴിയും? ഒന്നും ചെയ്യാൻ കഴിയില്ല. മുസ്ലിം ലീഗിന് ഈ സർക്കാരിന് മുകളിൽ സമ്മർദ്ദം ചെലുത്താനേ കഴിയില്ല. അതുകൊണ്ട് കോൺഗ്രസ് തീരുമാനിക്കുമ്പോൾ, അതല്ലെങ്കിൽ മുഖ്യമന്ത്രി VD സതീശൻ തീരുമാനിക്കുമ്പോൾ അതിനൊപ്പം ചേർന്ന് കൈമുട്ടുക എന്നതിനപ്പുറത്തേക്ക് മുസ്ലിം ലീഗിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. മുസ്ലിം ലീഗിൻ്റെ വാക്കുകൾക്ക് ഒരു വിലയുമില്ല. മുസ്ലിം ലീഗിൻ്റെ മന്ത്രിയെ കൊണ്ട് തന്നെ PM ശ്രീ പദ്ധതി നടപ്പാക്കും. അവിടെയാണ് VD സതീശൻ വിജയിക്കുന്നത്, അവിടെയാണ് BJP വിജയിക്കുന്നത്. K സുരേന്ദ്രൻ പരസ്യമായി പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ്. മുസ്ലിം ലീഗിൻ്റെ മന്ത്രി തന്നെ എൻ്റെ പടച്ചവനെ നടപ്പാക്കുന്നത് നോക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞത്. എന്ന് വെച്ചാൽ മുസ്ലിം സംഘടനകളെ ഒരു പരിധിവരെ മുസ്ലിം ലീഗിനെ പൂർണ്ണമായും തള്ളി പദ്ധതിയുമായി മുന്നോട്ട് പോകുക, അതാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ VD സതീശൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു മാറ്റവും പ്രതീക്ഷിക്കേണ്ടതില്ല. മന്ത്രിസഭാ ഉപസമിതിയിൽ കൂടുതൽ അംഗങ്ങൾ VD സതീശനെ പിന്തുണക്കുന്നവരാണ്. N ഷംസുദ്ദീൻ എന്ന മുസ്ലിം ലീഗിൻ്റെ മന്ത്രി എതിർപ്പ് പ്രകടിപ്പിച്ചാലും ഒരു രക്ഷയുമില്ല. ഭൂരിപക്ഷ തീരുമാനപ്രകാരം മന്ത്രിസഭാ ഉപസമിതി പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് കിട്ടുന്ന വിവരങ്ങൾ.